പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് വളരെ മനോഹരവും പ്രചോദനാത്മകവുമായൊരു കഥയാണ് പഠിക്കാൻ പോകുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രം ജൂലിയ ലോങ്വുഡ് ഹിൽ എന്ന അമേരിക്കൻ പരിസ്ഥിതി പ്രവർത്തകയാണ്. ലോകമെമ്പാടുമുള്ള പ്രകൃതി സ്നേഹികൾക്ക് ഒരുപാട് ധൈര്യവും ആവേശവും നൽകിയ ഒരു യഥാർത്ഥ സംഭവമാണിത്. ഒരു ദിവസം മരംവെട്ടുകാർ ഒരു വലിയ മരം മുറിക്കാൻ വരുന്നു. ഇത് കണ്ട ഒരു പെൺകുട്ടി അവരെ തടയാൻ തീരുമാനിക്കുന്നു. പെൺകുട്ടി മരംവെട്ടുകാർക്ക് ഇറങ്ങില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ശാസിക്കുകയും ചെയ്ത ശേഷം മരത്തിന്റെ ഒരറ്റത്തുമൾ ശിഖരത്തിൽ കയറിയിരുന്നു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിട്ടും പെൺകുട്ടി താഴെ ഇറങ്ങിയില്ല. മരംവെട്ടുകാർ ഭക്ഷണം, വെള്ളം, സ്റ്റൗ, പുസ്തകങ്ങൾ, കമ്പിളിപ്പുതപ്പ്, വസ്ത്രങ്ങൾ എന്നിവയെല്ലാം മരത്തിൽ കയറ്റി നൽകി. പെൺകുട്ടിക്ക് അത് തന്റെ വീടായി മാറി. അവൾ പക്ഷികളെപ്പോലെ സന്തോഷിച്ചു. പേമാരി, തണുപ്പ്, കൊടുങ്കാറ്റ്, മഞ്ഞുവീഴ്ച എന്നിവയിൽ നിന്ന് മരം അവളെ സംരക്ഷിച്ചു. അവൾ മരത്തെ സംരക്ഷിച്ചു. പെൺകുട്ടി ഉറച്ച ശബ്ദത്തിൽ മരംവെട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളുടെ സൗഹൃദം ഒരിക്കലും തകർക്കാൻ കഴിയില്ല. 738 ദിവസം മരം മുറിക്കാൻ കാത്തിരുന്ന ശേഷം മരംവെട്ടുകാർ നിശബ്ദമായി പിൻവാങ്ങി. പെൺകുട്ടി മരം മുറിക്കില്ലെന്ന് ഉടമസ്ഥനിൽ നിന്ന് വാക്കുവാങ്ങി. ആ പെൺകുട്ടിയാണ് ജൂലിയ. ആ മരത്തിന്റെ പേരാണ് ലൂണ. അവർ ഇന്ന് മുറ്റ ചങ്ങാതിമാരായി തുടരുന്നു. ഇനി കഥയുടെ മലയാള പരിഭാഷ നോക്കാം. കഥ ജൂലിയയും ലൂണയും. രചന നേഹ സിംഗ്. ഒരു ദിവസം കുറച്ച് ആരോഗ്യമുള്ള മരംവെട്ടുകാർ ഒരു വലിയ മരം മുറിക്കാൻ എത്തിച്ചേർന്നു. ഒരു പെൺകുട്ടി ഇത് കണ്ടു. അവൾക്കവരെ കാണുന്നത് ഇഷ്ടപ്പെട്ടില്ല. അവൾ ആദ്യം അവരെ മനസ്സിലാക്കിപ്പിച്ചു, പിന്നെ ഭീഷണിപ്പെടുത്തി, തുടർന്ന് വളരെയധികം പേടിപ്പെടുത്തി. ഞാൻ താഴെ ഇറങ്ങില്ല എന്നു പെൺകുട്ടി അലറിക്കരിഞ്ഞു. ഒരു കൊമ്പിൽ കയറിയിരുന്നു. മരംവെട്ടുകാർ കരുതി, എപ്പോഴെങ്കിലും ഇവൾ താഴെയിറങ്ങും, അപ്പോൾ നമുക്ക് മരം മുറിക്കാം. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. പക്ഷെ പെൺകുട്ടി താഴെ ഇറങ്ങിയില്ല. മരംവെട്ടുകാർ ഭക്ഷണം, വെള്ളം, സ്റ്റൗ, പുസ്തകങ്ങൾ, മഴുവെട്ട്, കമ്പിളിപ്പുതപ്പ്, വസ്ത്രങ്ങൾ എന്നിവയെല്ലാം മരത്തിൽ കയറ്റി നൽകി. പെൺകുട്ടിക്ക് അത് തന്റെ വീടായി മാറി. അവൾ പക്ഷികളെപ്പോലെ സന്തോഷിച്ചു. പേമാരി, തണുപ്പ്, കൊടുങ്കാറ്റ്, മഞ്ഞുവീഴ്ച എന്നിവയിൽ നിന്ന് മരം അവളെ സംരക്ഷിച്ചു. അവൾ മരത്തെ സംരക്ഷിച്ചു. പെൺകുട്ടി ഉറച്ച ശബ്ദത്തിൽ മരംവെട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളുടെ സൗഹൃദം ഒരിക്കലും തകർക്കാൻ കഴിയില്ല. 738 ദിവസം മരം മുറിക്കാൻ കാത്തിരുന്ന ശേഷം മരംവെട്ടുകാർ നിശബ്ദമായി അവിടെ നിന്ന് പോയി. ഇവിടെയുള്ള ഒരു മരത്തെ നിങ്ങൾ മുറിക്കില്ലെന്ന് വാക്ക് തരൂ. പെൺകുട്ടി ഉടമസ്ഥനിൽ നിന്ന് വാക്കുവാങ്ങി. ആ മരം രക്ഷപ്പെട്ടു. ആ പെൺകുട്ടിയുടെ പേരാണ് ജൂലിയ, ആ മരത്തിന്റെ പേരാണ് ലൂണ. അവരിന്ന് മുറ്റ ചങ്ങാതിമാരായി തുടരുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.